SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ജമാഅത്ത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാകും. കേരളത്തിലെ മുസ്ലിങ്ങൾ അന്യായമായി ഒന്നും നേടിയിട്ടില്ലെന്നും മുസ്ലിം ജമാഅത്ത് പ്രസ്താവനയിലൂടെ പറഞ്ഞു. ദീപക് ധർമ്മടൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഇങ്ങോട്ട് നിരന്തരമായ പ്രസ്താവനകൾ, അതിനുള്ള മറുപടികൾ, അതങ്ങനെ ചൂടുപിടിച്ച് ഇപ്പോഴും നിൽക്കുകയാണോ? ഇതിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ കൃത്യമായ നിലപാടാണ് കേരള മുസ്ലിം ജമായത്തിന്റെ സംസ്ഥാന ക്യാബിനറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന, കഴിഞ്ഞ തുടർച്ചയായി വരുന്ന പ്രസ്താവനകളിൽ ഒന്നിനെ കുറിച്ചാണ് കൃത്യമായി പറയുന്നത്. മുസ്ലിം സമുദായം അനർഹമായ ഒന്നും നേടിയെടുത്തിട്ടില്ല, അർഹമായതുപോലും സർക്കാരിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇത് കൃത്യമായ കണക്കുകളാണ്. നരേന്ദ്രൻ കമ്മീഷൻ, പാലോളി കമ്മീഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം, നിയമസഭയിൽ വെച്ച രേഖകൾ പരിശോധിക്കാം. ഈ വസ്തുതകൾ നിലനിൽക്കെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ, തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാകണം എന്ന ആവശ്യം കൂടിയാണ് ഈ മുസ്ലിം ജമായത്തിന്റെ പ്രസ്താവനയിലുള്ളത്. വലിയ സുദീർഘമായ പ്രസ്താവനയാണ്. ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാന നേതാക്കൾ, AP വിഭാഗത്തിന്റെ പ്രധാന നേതാക്കൾ എല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. കേരള മുസ്ലിം ജമായത്തിന്റെ സെക്രട്ടറി മജീദ് കക്കാടാണ് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്ന യോഗ തീരുമാനമായി. ഏതായാലും വെള്ളാപ്പള്ളി ഇത്തരം ഗൂഢനീക്കങ്ങളിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യമാണ് പ്രസ്താവനയിൽ കേരള മുസ്ലിം ജമായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഗോകുൽ. ശരി, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ, അതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് പ്രസ്താവനയോടെ ഉന്നയിച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടനാണ് വിശദാംശങ്ങൾ നൽകിയത്.